രാജ്യത്തെ പൗരന്മാർക്ക് അവകാശപ്പെട്ടതും എന്നാൽ ഉടമസ്ഥൻ ഏറ്റെടുക്കാത്തതുമായ 1 ലക്ഷം കോടിയിലധികം രൂപ കെട്ടിക്കിടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൗരന്മാർക്ക് ഈ പണം തിരികെ ലഭിക്കുന്നതിനായി പുതിയ സംവിധാനം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പൗരന്മാർക്ക് അവകാശപ്പെട്ടതും എന്നാൽ ഉടമസ്ഥൻ ഇതുവരെ ഏറ്റെടുക്കാത്തതുമായ 1 ലക്ഷം കോടിയിലധികം രൂപ ബാങ്കുകളിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലും ഇൻഷുറൻസ് സ്ഥാപനങ്ങളുമായി കെട്ടിക്കിടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പൗരന്മാർക്ക് ഈ പണം തിരികെ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ പുതിയ സംവിധാനം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എണ്ണമറ്റ കുടുംബങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത സമ്പാദ്യമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദി ചൂണ്ടിക്കാട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ബാങ്കുകളിൽ 78,000 കോടി രൂപ, ഇൻഷുറൻസ് കമ്പനികളിലായി 14,000 കോടി രൂപ, മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ 3,000 കോടി രൂപ, ഓഹരി ലാഭവിഹിതം 9,000 കോടി രൂപ എന്നിങ്ങനെയാണ് കെട്ടിക്കിടക്കുന്നത്. ഈ പണം അവകാശികൾക്ക് തിരികെ കിട്ടുന്നതിനായി കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ ആരംഭിച്ച നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന സംരംഭത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. പണം തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 4 ഓൺലൈൻ പോർട്ടലുകളുമുണ്ട്. ഉദ്ഗം പോർട്ടലാണ് ആദ്യം. ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളും ബാലൻസുകളും പരിശോധിക്കാനും റിസർവ് ബാങ്ക് ഒരുക്കിയ പോർട്ടലാണ് ഉദ്ഗം. അതേസമയം ബീമ ഭരോസ പോർട്ടലുമുണ്ട്. ഇൻഷുറൻസ് പോളിസിയുടെ അവകാശികളില്ലാത്ത തുകകൾക്കായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ പോർട്ടൽ സജ്ജമാക്കിയത്. അടുത്തത് മിത്ര പോർട്ടലാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് തങ്ങളുടെ ക്ലെയിം ചെയ്യാത്ത തുകകൾ തിരിച്ചുപിടിക്കാൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പോർട്ടൽ ഉപയോഗിക്കാം. IEPF പോർട്ടൽ, അതായത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ IEPF പോർട്ടൽ വഴി ഓഹരികളുടെ ലഭിക്കാത്ത ലാഭവിഹിതവും അവകാശികളില്ലാത്ത ഓഹരികളും തിരിച്ചുപിടിക്കാൻ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയുടെ പോർട്ടലും സഹായിക്കും. സർക്കാർ, റെഗുലേറ്ററി ബോഡികൾ, ബാങ്കുകൾ, മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയോജിത ശ്രമങ്ങളിലൂടെ ഇതിനോടകം തന്നെ ഏകദേശം 2,000 കോടി രൂപ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകിയിട്ടുണ്ട്. ഈ ഓൺലൈൻ പോർട്ടലുകൾ ഉപയോഗിച്ചും പ്രാദേശിക ക്യാമ്പുകളിൽ പങ്കെടുത്തും തങ്ങൾക്കോ കുടുംബങ്ങൾക്കോ അവകാശപ്പെട്ട പണമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിപുലീകരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.